നമസ്കാരം. LDFിലെ ഒരു പ്രധാന ഘടകകക്ഷിയാണ് CPI. CPIയെ സംബന്ധിച്ചിടത്തോളം വളരെ കറപുരളാത്ത അഴിമതിരഹിതമായ ഒരു പാർട്ടിയാണ്. പക്ഷെ ആ പാർട്ടിയിൽ നേരത്തെ തന്നെ അല്പ ഉൾപ്പോരുണ്ട്. ആ ഉൾപ്പോര് ഇപ്പോൾ വലിയ വീര്യത്തോടുകൂടി പുറത്തേക്ക് വരുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി പൊതുവെ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ മുമ്പോട്ട് പോകുന്ന LDF സർക്കാരിനോട് പാർട്ടിക്കകത്തും ഒക്കെ തന്നെ പലതരത്തിലുള്ള മുറുമുറുപ്പും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. ഈ അവസരത്തിൽ CPIയിലും ഒരു വിഭാഗീയത രൂപം കൊള്ളുന്നോ എന്നൊരു സംശയം. ശ്രീ KM ഷാജഹാൻ, CPIയിലെ വിഭാഗീയത എന്ന് പറയുന്നത് പലപ്പോഴും അധികം ചർച്ച ചെയ്യാതെ പോകുന്ന ഒരു കാര്യമാണ്. CPMലെ വിഭാഗീയതയും പ്രസ്താവനകളും ഒക്കെയാണ് ഏറെ ചർച്ച ചെയ്തിട്ടുള്ളത്. CPIയിലും ആ വിഭാഗീയത ഉണ്ട്. ഇപ്പോൾ അത് അല്പം പുറത്തേക്ക് വന്നിരിക്കുകയല്ലേ? ഇതിനകത്ത് അങ്ങ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ പ്രധാനപ്പെട്ട രണ്ട് പാർട്ടികളിൽ ഒന്നായിട്ടുള്ള CPMലെ വിഭാഗീയതയാണ് നിരന്തരം നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുക. അതിനകത്ത് സ്വാഭാവിക തെറ്റുണ്ടെന്നുള്ള അഭിപ്രായം എനിക്കില്ല. പക്ഷെ CPIക്കകത്ത് വിഭാഗീയതയും ചർച്ചാ വിഷയമായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കാണണം. അത് യഥാർത്ഥത്തിൽ CPIയിൽ കാനം രാജേന്ദ്രൻ സംസ്ഥാന സെക്രട്ടറി ആയതിനെ തുറന്നിട്ടാണ് CPIയിലെ വിഭാഗീയത കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ CPIയിലെ വിഭാഗീയത എന്ന് പറയുന്നത് CPMലെ വിഭാഗീയതയുമായി നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ ഒരു കുറഞ്ഞ ലെവലിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളത് നമുക്കറിയാം. പിന്നെ നേരത്തെ വിജാത് പറഞ്ഞതുപോലെ ഈ അഴിമതിയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ അതൊക്കെ തന്നെ CPMമായിട്ട് നോക്കുമ്പോൾ CPIക്കകത്ത് താരതമ്യേന കുറവായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് CPIയെ കുറിച്ച് നമ്മൾ കാര്യമായി ചർച്ച ചെയ്യാറുള്ളത്. പക്ഷെ എങ്കിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാനം രാജേന്ദ്രൻ സംസ്ഥാന സെക്രട്ടറി ആയതിനെ തുടർന്ന് അതിനകത്ത് വലിയ തോതിൽ വിഭാഗീയത നിലനിൽക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് വസ്തുത. അത് കാര്യമായി പുറത്തേക്ക് വന്നിരുന്നില്ല എന്നുള്ളതാണ്. കാനം രാജേന്ദ്രന്റെ ഒരു ഈ പ്രവർത്തന ശൈലി എന്ന് പറയുന്നത് ഏതാണ്ട് പിണറായി വിജയന്റെ പ്രവർത്തന ശൈലിക്ക് തുല്യമാണ് എന്നുള്ളൊരു അഭിപ്രായം CPIക്കകത്തെ ഒരു കൂട്ടം മുതിർന്ന നേതാക്കന്മാർക്ക് തന്നെ ഉണ്ടായിരുന്നു. ശരീരഭാഷയിലില്ല. അതെ, അത്രേ ഉള്ളൂ. ശരീരഭാഷയിൽ വളരെ സൗമ്യനാണെങ്കിൽ അയാളുടെ പ്രവർത്തനം എന്ന് പറയുന്നത് അയാൾ പിണറായിക്ക് പഠിക്കുകയാണെന്നുള്ളൊരു അഭിപ്രായം CPIയുടെ മുതിർന്ന നേതാക്കന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. പല അവസരങ്ങളിലും അത് ഒരല്പം ഉയർന്നൊക്കെ വന്നു. രണ്ടാമത്തെ തവണ ആണെന്ന് തോന്നുന്നു അയാൾ മൂന്നാമത്തെ തവണയാണെന്നാണ് സംസ്ഥാന സെക്രട്ടറി ആകുന്ന സംസ്ഥാന സമ്മേളനത്തിൽ ഒരു പക്ഷേ വലിയ മാറ്റങ്ങൾ ഉണ്ടായേക്കും എന്നൊക്കെയുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായില്ല. എന്നിരുന്നാലും CPIക്കകത്ത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ശക്തമായിട്ടുള്ള വിഭാഗീയത ഉരുണ്ടുകൂടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതിൽ പിന്നെ ഒരു ജനറലൈസ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ട്രെൻഡായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് മുതിർന്ന നേതാക്കന്മാർ ആണ് അതിനകത്ത് അസ്വസ്ഥരായിട്ടുള്ളവരിൽ ബഹുഭൂരിപക്ഷവും എന്നുള്ളതാണ്. അതാണ് നമുക്ക് അതിനകത്ത് നമുക്ക് കാണാൻ കഴിയുമായിരുന്ന ഒരു ട്രെൻഡ്. അത് യഥാർത്ഥത്തിൽ CPMലെ ഏറ്റവും സീനിയർ ലീഡർമാരിൽ ഒരാളായിട്ടുള്ള ശ്രീമാൻ K. ഇസ്മായിൽ, പാലക്കാട് നിന്നുള്ള K. ഇസ്മായിൽ, അദ്ദേഹം 2001 ഇടതുപക്ഷ നായനാർ മന്ത്രിസഭയിലെ ആണെന്നാണ് എൻ്റെ ഓർമ്മ, റവന്യൂ മന്ത്രിയായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ, PS ശ്രീനിവാസിന് ശേഷം. അതിനുശേഷം അദ്ദേഹം പിന്തള്ളപ്പെട്ടു പോയിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ മുതിർന്ന നേതാക്കന്മാർ ഇടയിലുള്ളൊരു ധ്രുവീകരണം എന്നുള്ള നിലയിലാണ് നമ്മൾ അതിനെ കേട്ടിരുന്നത്. അതിൽ തന്നെ ഔട്ട്വേർഡായിട്ട് നമ്മൾ കേട്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആൾ K. പ്രകാശ് ബാബു ആയിരുന്നു. അതുപോലെ തന്നെ VS സുനിൽകുമാർ, ഇപ്പം തൃശ്ശൂരിൽ നിന്ന് മത്സരിച്ചതോടെ, അവരൊക്കെ തന്നെ അതിനകത്ത് ഭാഗവാക്കുകളായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ മുതിർന്ന നേതാക്കന്മാരെയെല്ലാം ഏതാണ്ട് പിണറായി വിജയൻ അടിച്ചമർത്തുന്നതിന് സമാനമായി കാനം രാജേന്ദ്രൻ അടിച്ചമർത്തിക്കൊണ്ട് പോകുന്ന ഒരു ശൈലിയാണ് തുടർന്ന് വന്നിരുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അതിൽ കാനം രാജേന്ദ്രനോടൊപ്പം നിന്നിരുന്ന ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരു നേതാവ് എന്ന് പറയുന്നത് ബിനോയ് വിശ്വമായിരുന്നു. എന്നാൽ മറുഭാഗത്ത് സജീവമായിട്ടല്ലെങ്കിൽ പോലും മനസ്സുകൊണ്ട് മറുഭാഗത്ത് ഉള്ളവരായിരുന്നു മുതിർന്ന നേതാക്കന്മാരിൽ ഏറിയ പങ്കും. ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാന്ന് വെച്ചാൽ മാനസികമായി ഈ എതിർപക്ഷത്ത് നിൽക്കുന്നവരാണ് KP രാജേന്ദ്രൻ.
അതുപോലെ തന്നെ കെ പ്രകാശ് ബാബു, മുല്ലക്കര രത്നാകരൻ, അതുപോലെ തന്നെ കണ്ണൂരിൽ നിന്നുള്ള CN ചന്ദ്രൻ, VS ശിവകുമാർ, മനസ്സിലായില്ലേ? ഉദാഹരണത്തിന് ഇപ്പം 2006-11 കാലഘട്ടത്തിൽ VS മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന KP രാജേന്ദ്രൻ, അതുപോലെ തന്നെ K രാജു അന്നത്തെ വനമന്ത്രി ആയിരുന്നു പുനലൂർ. അതെ. പിന്നെ C ദിവാകരൻ ഏതാണ്ട് ഇത് അവസാനിപ്പിച്ചെന്നുള്ളൊരു മണ്ഡലത്തിൽ. ആ 4 മന്ത്രിമാരിൽ ബിനോയ് വിശ്വം മാത്രമാണ് ആദ്യം മുതൽ തന്നെ പിന്നെ കാനൻ രാജേന്ദ്രനോടൊപ്പം നിന്നിരുന്നത്. ആ നിന്നിരുന്നതിന്റെ ഗുണം ബിനോയ് വിശ്വത്തിന് ഉണ്ടാവുകയും ചെയ്തു. ബിനോയ് വിശ്വൻ 2006-2011 മന്ത്രിയായി. അതിനുശേഷം ബിനോയ് വിശ്വൻ രാജ്യസഭാംഗമായി കഴിഞ്ഞ് കാനൻ രാജേന്ദ്രൻ മരണശയ്യയിലായിരുന്നപ്പോൾ തന്നെ താൻ മരിച്ചു കഴിഞ്ഞാൽ ബിനോയ് വിശ്വത്തിന്റെ തന്റെ കാലം കഴിഞ്ഞാൽ ബിനോയ് വിശ്വത്തിന്റെ കയ്യിലിരിക്കും ഇത് എന്ന് ഉറപ്പാക്കി അയാളെ പാർട്ടി സെക്രട്ടറി ആക്കി ചെയ്തു. അപ്പോ ഈ മുതിർന്ന നേതാക്കന്മാരെന്ന് പറയാവുന്നവരിൽ ബിനോയ് വിശ്വം തുടക്കം മുതൽ തന്നെ കാനൻ രാജേന്ദ്രന്റെ കൂടെ നിൽക്കുകയും അധികാര സ്ഥാനങ്ങൾ മുഴുവൻ കൈയാളുകയും ചെയ്തു. മറുവശത്ത് നമ്മൾ നോക്കൂ, 2006-2011 കാലത്തെ പിന്നെ കൃഷിമന്ത്രിയായിരുന്ന മുല്ലക്കര രത്നാകരൻ CPIയുടെ ഏറ്റവും സമുന്നതരായിട്ടുള്ള നേതാക്കന്മാരിൽ ഒരാളാണ്. അന്നത്തെ റവന്യൂ മന്ത്രിയായിരുന്ന KP രാജേന്ദ്രൻ CPIയുടെ വേറൊരു പ്രധാനപ്പെട്ട ഒരു മുതിർന്ന നേതാവാണ്. അന്നത്തെ വനം മന്ത്രിയായിരുന്ന K രാജു, അദ്ദേഹവും മുതിർന്ന നേതാവാണ്. VS ശിവകുമാർ ആയിരുന്നു അന്നത്തെ കൃഷിമന്ത്രി, അല്ലെ? കൃഷിമന്ത്രി VS ശിവകുമാർ. മുല്ലക്കര പ്രധാനമന്ത്രി പിന്നെ സുനിൽകുമാറും പിന്നെ വളരെ ഈ പറഞ്ഞ പോലെ പ്രായം കൊണ്ട് അവരുടെ അത്ര മുതിർന്നവരല്ലെങ്കിലും അയലുന്നത്. യഥാർത്ഥത്തിൽ ഇവരെ എല്ലാവരെയും ഒറ്റയടിക്ക് മൂലയ്ക്കാക്കുകയാണ് പിന്നെ ആര് ചെയ്തത്? കാനൻ രാജേന്ദ്രൻ ചെയ്തത്. അതായത് പിണറായി വിജയൻ ഈ തോമസ് ഐസക് ഉൾപ്പെടെയുള്ള സുധാകരൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ എങ്ങനെ മൂലക്കിരുത്തിയോ അതേപോലെ അതിന് സമാനമായി ഈ മുതിർന്ന നേതാക്കന്മാരെ മുഴുവൻ മൂലക്കിരുത്തുകയാണ് പിന്നെ കാനൻ രാജേന്ദ്രൻ ചെയ്തത്. പക്ഷെ CPM-നകത്ത് ഈ മുതിർന്ന നേതാക്കന്മാർക്കൊന്നും പിണറായി വിജയനെതിരെ ഒരു ധ്രുവീകരണത്തിന് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും CPI-ക്കകത്ത് അങ്ങനെയല്ല ഉണ്ടായത്. കാനൻ രാജേന്ദ്രൻ സംസ്ഥാന സെക്രട്ടറി ആയി നിന്നപ്പോൾ ഈ ഒരു ഗ്രൂപ്പ് പതിഞ്ഞാണ് നിന്നതെങ്കിൽ ബിനോയ് വിശ്വം സംസ്ഥാന സെക്രട്ടറി ആയതിനെ തുടർന്ന് ഇവർ പരസ്യമായി. അതിനകത്ത് തന്നെ പ്രധാനപ്പെട്ടതായിട്ട് എറണാകുളത്തുള്ള ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള K രാജു, പറവൂർ MLA ആയിരുന്നു. അവരൊക്കെ തന്നെ ഇപ്പം മറുഭാഗത്താണ് നിൽക്കുന്നത്. ഇവരെല്ലാവരും ഇപ്പോൾ വലിയ തോതിൽ അസ്വസ്ഥരാണ്. അതിന്റെ കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിനോയ് വിശ്വം ഈ കാനൻ രാജേന്ദ്രന്റെ കൂടെ ഉണ്ടായിരുന്ന ചെറുപ്പക്കാരുടെ ഒരു സെറ്റുണ്ട്. ചെറുപ്പക്കാരെന്ന് പറഞ്ഞാൽ അങ്ങനെ ചെറുപ്പക്കാരല്ല, ഒരു 50s-ലുള്ള കൃഷിമന്ത്രിയായിട്ടുള്ള P പ്രസാദ്, അതുപോലെ തന്നെ പൊതുവിതരണ മന്ത്രിയായിട്ടുള്ള DR അനില്, അതുപോലെ തന്നെ റവന്യൂ മന്ത്രിയായിട്ടുള്ള K രാജൻ, അവരൊക്കെയാണ് ഈ ബിനോയ് വിശ്വത്തിന്റെ ഏറ്റവും അടുപ്പക്കാർ. അതിൽ ചിഞ്ചുറാണി എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട സ്ത്രീ അവരെ പിന്നോക്കക്കാരിയായിട്ട് കൊണ്ടുവന്ന് മന്ത്രിയാക്കുന്നത്. അവർക്കിനകത്ത് വലിയ കാര്യം. അപ്പൊ ഈ 3 ഏതാണ്ട് മധ്യവയസ്കരായിട്ടുള്ള ആളുകളോടൊപ്പമാണ് പിന്നെ ബിനോയ് വിശ്വം കൊണ്ടുപോകുന്നത്. ഇപ്പൊ തന്നെ നമ്മൾ കണ്ടു, പിന്നെ ഈ രാജ്യസഭാംഗത്വം വന്നപ്പോഴത്തേക്കും PP സുനീറിന് സീറ്റ് കൊടുത്ത് ഉൾപ്പെടെ കണ്ടു. അപ്പം ഇതിനകത്ത് ഇപ്പൊ പൊട്ടിത്തെറിയിലേക്ക് നയിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് CPI-യിൽ 2ാം സ്ഥാനക്കാരനായി വളരേണ്ട ഏറ്റവും മിതവാദിയും പിന്നെ അച്ചടക്കമുള്ള K പ്രകാശ് ബാബുവിനെ ഒന്നിലധികം തവണ അയാളെ പിന്നെ സൈഡ് ലൈൻ ചെയ്തു. അത് ഒരു പ്രധാനമാണ്. 2, CPI-ക്കകത്ത് പല ജില്ലകളിലും അഴിമതി വലിയ വിഷയമായിട്ട് ഉയർന്നു വന്നിട്ടുണ്ട്. പല ജില്ലകളിലുണ്ട്. ഇപ്പൊ എറണാകുളത്തുണ്ട്, അതുപോലെ തന്നെ പത്തനംതിട്ടയിലുണ്ട്, അതുപോലെ തന്നെ പാലക്കാട് ഉണ്ട്. പല ജില്ലകളിലും അഴിമതി വലിയ തോതിൽ ഉയർന്നു വന്നിട്ടുണ്ട്. സ്വാഭാവികമായും ഇപ്പോ സംസ്ഥാന സെക്രട്ടറി ആയി നിൽക്കുന്ന ബിനോയ് വിശ്വം കാനവുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ അയാൾ വളരെ ദുർബലനാണ്. ഈ ദുർബലത ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മറുവിഭാഗം ശക്തിപ്പെടാനുള്ള വലിയ ശ്രമങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇതിനു മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട്. K പ്രകാശ് ബാബു തന്നെ പുറത്തു വന്നിട്ട് പരസ്യമായി CPM-നെതിരായിട്ടുള്ള ശക്തമായ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ജീവകാരുണ്യ പ്രവർത്തനത്തെ എതിർത്തു, അതുപോലെ തന്നെ മറ്റേ ഇയാൾ EP ജയരാജന്റെ വിഷയത്തെ എതിർത്തു. അതൊക്കെ അയാൾ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എന്താ സംഭവിച്ചിരിക്കുന്നു പറഞ്ഞാൽ ഇപ്പൊ ഇതൊരു പൊട്ടിത്തെറിയിലേക്ക് പോകുന്നു എന്ന് പറയാൻ കാരണം CPI-യിൽ ഒരു പിളർപ്പ് ഉണ്ടാവാൻ ഇടയുണ്ടോ? ഇപ്പൊ CPI നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 1964-ൽ CPI-യുടെ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് 32 പേര് ഇറങ്ങിപ്പോന്നിട്ടാണ് അവര് CPM ഉണ്ടാക്കിയത്. അതിനുശേഷം CPI-ക്കകത്ത് അഖിലേന്ത്യാ തലത്തിൽ ഒരു പിളർപ്പുണ്ടായത് എന്ന് പറയാവുന്നത് CPI രൂപീകരണ കാലത്തുണ്ടായിരുന്ന SA ഡാങ്കയും അദ്ദേഹത്തിന്റെ മകളും മരുമകനായിട്ടുള്ള മോഹിത് സെൻ
ഇവർ 3 പേരും CPI-യിൽ നിന്ന് പോയി. അതാണ് അഖിലേന്ത്യാ തലത്തിൽ ഒരു പിളർപ്പ് ഉണ്ടായെന്ന് നമുക്ക് പറയാം. പക്ഷെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ നമ്മൾ നോക്കിയാൽ കേരളത്തിൽ CPI-ക്കകത്ത് ഒരു പിളർപ്പുണ്ടാകുമോ എന്ന് സംശയിക്കാൻ കാരണമായിട്ടുള്ള സംഭവങ്ങൾ അതിനകത്ത് ഉണ്ടാവുന്നുണ്ട്. അതെന്താന്ന് ചോദിച്ചാൽ, പാലക്കാട് ജില്ലയിൽ അതായത് പാർട്ടിയിൽ നിന്ന് കഴിഞ്ഞ സമ്മേളനത്തിൽ പുറത്താക്കിയവരെല്ലാം കൂടെ ചേർന്നിട്ട് സേവ് CPI ഫോറം എന്ന് പറഞ്ഞിട്ട് സാധനം, പണ്ട് സേവ് CPM ഫോറം ഉണ്ടായിരുന്നു, അതുപോലെ CPI-ക്കകത്ത് സേവ് CPI ഫോറം എന്നൊരു സാധനം ഉണ്ടായിരിക്കുന്നു. എന്ന് മാത്രമല്ല, ഇപ്പൊ ഏറ്റവും പുതുതായിട്ട് നമ്മൾ മനസ്സിലാക്കിയാൽ സേവ് യൂത്ത് ഫെഡറേഷൻ എന്ന് പറഞ്ഞിട്ട് AYF-ലും പിളർപ്പിന്റെ ഒരു സംഘടന ഉണ്ടായിരിക്കും. ഈ 2 സംഘടനകളോടൊപ്പം നിൽക്കുന്നവരെ CPI-ലെ ഏറ്റവും തലമുതിർന്ന നേതാവ്, അതുകൊണ്ട് 84 വയസ്സുകാരാണ്, എനിക്കത് ഏറ്റവും തലമുതിർന്ന നേതാവ് ഈ K. ഇസ്മായിലാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന്റെ അത്രയും പ്രായമുള്ള വേറെ ആരും ഉണ്ടെന്ന് തോന്നുന്നു. K. ഇസ്മായിൽ പച്ച പരസ്യമായി വന്ന് ഈ പാർട്ടിയിൽ നിന്ന് പുറത്തു പോയവരെ ന്യായീകരിച്ചിരിക്കുന്നു. ഒന്ന്, ആ ന്യായീകരിച്ചതിനെ കുറിച്ച് ബിനോയ് വിശ്വത്തിനോട് ചോദിച്ചപ്പോൾ ബിനോയ് വിശ്വത്തിന്റെ മറുപടി എന്താണ്? സമാന്തര പ്രവർത്തനം CPI അനുവദിക്കില്ല. അത് KEക്കും അറിയാവുന്നതാണ്, K. ഇസ്മായിലിനും അറിയാവുന്നതാണ്. അപ്പൊ അതെങ്ങനെയായിരിക്കും, അതെങ്ങനെയാണെന്ന് വെച്ചാൽ അതൊക്കെ CPIക്ക് കൈകാര്യം ചെയ്യാൻ അറിയാം, CPI അതൊക്കെ കൈകാര്യം ചെയ്യും എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ഒരു നില വെച്ചിട്ട് K. ഇസ്മായിലിന്റെ വഴി പുറത്തേക്കാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. എന്തായാലും CPIക്കകത്തൊരു പിളർപ്പിനുള്ള സാധ്യത വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. K. ഇസ്മായിലിന്റെ കൂടെ ആരൊക്കെ നിൽക്കില്ല എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. എന്തായാലും K. ഇസ്മായിൽ പുറത്തേക്കാണ് ഒരു വശത്ത്, മറുവശത്ത് CPIക്കകത്തുള്ള മുതിർന്ന നേതാക്കന്മാരെല്ലാവരും അസ്വസ്ഥരാണ്. ഇതാണ് നമുക്ക് ഇപ്പൊ അതിനകത്ത് കാണാൻ കഴിയുന്ന പൊതുവിലുള്ള ട്രെൻഡുകൾ. പക്ഷേ CPI അങ്ങനെ ദേശീയ തലത്തിലല്ലാതെ കേരളത്തിൽ മാത്രം ഒരു പിളർപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ അത് എത്രത്തോളം ഒരുപക്ഷെ വിജയകരമായിട്ട് മുമ്പോട്ട് പോകുമെന്നുള്ളതാണ്. കാരണം ഇവിടെ CPI നിൽക്കുന്നത് തന്നെ CPM-ന്റെ ഒരു തണലിലാണ് എന്നുള്ളത് വ്യക്തമാണല്ലോ. ആ ഒരു സാഹചര്യത്തിൽ നിലനിൽപ്പ് എത്രത്തോളം പ്രധാനമാണ്? ഇതിനകത്ത് ഇപ്പം CPI-യെ സംബന്ധിച്ചിടത്തോളം അഖിലേന്ത്യാലത്തിൽ നോക്കിയാലും കേരളത്തിൽ മാത്രം CPI CPI-ക്കകത്ത് പ്രത്യേകിച്ച് ഈ കാനൻ രാജേന്ദ്രന്റെ മരണശേഷം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ധ്രുവീകരണം എന്താണെന്ന് ചോദിച്ചാൽ, CPM-ന്റെ ഇപ്പൊ വിജയ നേരത്തെ ചോദിച്ചാൽ CPM-ന്റെ തണലായി നിൽക്കുകയാണോ വേണ്ടത്, അതോ സ്വതന്ത്രമായ ഒരു നിലനിൽപ്പ് CPI-ക്ക് ഉണ്ടാകണമോ? പണ്ട് CK ചന്ദ്രപ്പൻ ഉണ്ടായിരുന്ന സമയത്ത്, എന്താണ് വെളിയമ്പാർക്കോനൊക്കെ ഉണ്ടായിരുന്ന സമയത്തുള്ള പോലെ ഒരു സ്വതന്ത്രമായ നിലപാടിലേക്ക് CPI-ന് പോകാൻ കഴിയണമോ, CPI-ക്ക് പോകാൻ കഴിയണോ, അങ്ങനെ കഴിയുമോ, ഇനി അങ്ങോട്ട് കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. അതോടൊപ്പം തന്നെ ഇന്ത്യ മുന്നണി ശക്തിപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യ മുന്നണിയിലെ സജീവമായിട്ടുള്ള ഒരു സാന്നിധ്യമാണ് CPI എന്നുള്ള സാഹചര്യത്തിൽ എന്തുകൊണ്ട് കോൺഗ്രസിനൊപ്പം ചേർന്ന് നിന്നുകൂടാ? ഇതൊക്കെയാണ് അതിനകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന 2-3. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, മനസ്സിലായോ? ഇപ്പൊ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചുള്ള ഇന്ത്യ മുന്നണി വളരെ ശക്തമാണ്. ഇപ്പം ലോക്സഭയിലൊക്കെ തന്നെ വളരെ ശക്തമാണ്. ഇപ്പൊ ഹരിയാന പോലുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്, കാശ്മീരിലൊക്കെ തന്നെ, മനസ്സിലായോ? അവിടെയൊക്കെ തന്നെ ഇന്ത്യ മുന്നണിക്ക് വലിയ മുൻതൂക്കം കിട്ടാനുള്ള സാധ്യതകൾ കിടക്കുന്നുണ്ട്, മനസ്സിലായി. അപ്പൊ ആ സാഹചര്യത്തിൽ CPI-ക്കകത്ത് കോൺഗ്രസിനോടൊപ്പം നിൽക്കണം എന്നുള്ള ഒരു ധാരയ്ക്ക് കൂടുതൽ ശക്തി വർദ്ധിക്കും. 1. 2, K. ഇസ്മായിലിനെ പോലൊരു മുതിർന്ന നേതാവ് ഇത് വിട്ടുപോകുമ്പോൾ ഇതിനകത്ത് നിൽക്കുന്ന ബിനോയ് വിശ്വം വിരുദ്ധർക്ക് ഇതിനകത്ത് ബാർഗൈനിങ് പവർ കൂടും. കാരണം എന്തൊക്കെ പറഞ്ഞാലും CPI-യുടെ ഏറ്റവും മുതിർന്ന നേതാവാണ് K. ഇസ്മായിൽ, മനസ്സിലായി. അയാൾ കുറെ പേരുമായിട്ട് വിട്ടുപോകുന്നു പറയുമ്പോൾ സ്വാഭാവികമായും ദുർബലനാവുന്നത് ആരാണ്? ബിനോയ് വിശ്വമാണ്, മനസ്സിലായി. ബിനോയ് വിശ്വത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ കാനൻ രാജേന്ദ്രൻ ഇത് പിടിച്ചു നിർത്തിയതുപോലെ ബിനോയ് വിശ്വത്തിന് പിടിച്ചു നിർത്തൽ അത്ര എളുപ്പമല്ല. 3-ാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിലെ മുതിർന്ന നേതാക്കന്മാരാണ് എല്ലാവരും ഒരു സ്ഥലത്ത് നിൽക്കുന്നത്. ഇപ്പൊ P. പ്രസാദ് അല്ലെ DR അനിൽ അല്ലെ K. രാജൻ എന്ന് പറയുന്നവർക്കൊന്നും ഈ പാർട്ടി റാങ്ക് ആൻഡ് ഫയലിന്റെ ഇടയിൽ സ്വാധീനമില്ല, മനസ്സിലായി. അതേസമയം മുല്ലക്കര രത്നാകരനും KP രാജേന്ദ്രനും VS ശിവകുമാറിനും CM ചന്ദ്രനും K. പ്രകാശ് ബാബുവിനും ഈവൻ C. ദിവാകരന് പോലും പാർട്ടി റാങ്ക് ആൻഡ് ഫയലിന്റെ ഇടയിൽ വലിയ ബന്ധമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനിപ്പം ഒരു ഹ്രസ്വകാല ഭാവിയിൽ ഞാൻ കാണുന്നത് എന്താന്ന് ചോദിച്ചാൽ ഈ K. ഇസ്മായിൽ പുറത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. മറുഭാഗത്ത് ബിനോയ് വിശ്വം വിരുദ്ധർ വലിയ തോതിൽ ശക്തിപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതൊരു പക്ഷേ അത് അടുത്ത സമ്മേളനത്തിൽ ബിനോയ് വിശ്വത്തിന്റെ സംസ്ഥാന സെക്രട്ടറി പദം പോകുന്നതിലേക്ക് അത് എത്തിച്ചേരാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ ഒരു ഷോർട്ട് ടേമിൽ നമുക്ക്
പിന്നെ പറയാൻ കഴിയുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും CPI ഈസ് ഇൻ ഫോർ എ ബിഗ്, ഈ പറഞ്ഞ പോലെ ട്രബിൾ. ആ കാര്യത്തിൽ യാതൊരു തർക്കമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല.